ആനയിക്കുന്ന ചടങ്ങിനിടെയായിരുന്നു ഉഗ്രശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഈ ആഘോഷം. നടപടി ആവശ്യപ്പെട്ട് കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മകൾക്ക് നീതി കിട്ടണമെന്നും കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ആഭാസം അവസാനിപ്പിക്കണമെന്നും കുഞ്ഞിന്റെ പിതാവ് അഷ്റഫ് പറയുന്നു. കുഞ്ഞിന്റെ നില ക്രിട്ടിക്കലാണ്. പിന്നെ ഈ ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ ബ്രെയിന് ആർട്ടിന് ഇത് വരാൻ സാധ്യതയുണ്ട്, ഓള് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ ബ്രെയിനിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്നുമില്ല, ഇപ്പൊ നോർമൽ ആണെങ്കിൽ വരും ഭാവിയിൽ ഒന്നും സംഭവിക്കും, ഒന്നും പറയാൻ പറ്റൂല. ചെറിയ കുട്ടിക്ക് ഉണ്ടായ ആകാതല്ല. ഇന്നലെ MRI സ്കാനിന് വിധേയമാക്കുമ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കൈ വിറച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും പിന്നെ ഹോസ്പിറ്റൽ അധികൃതർ ഉത്തരവാദികളാണ്. എൻ്റെ മകളെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും നഷ്ടം, ഒരു ജീവൻ നഷ്ടം നികത്തി തരാൻ പറ്റുമോ? ഇവർക്കൊരു ആനന്ദം. ബാക്കിയുള്ള ആൾക്കാർ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. ഭാര്യ മാത്രമല്ല, ഗർഭിണിയായ ഭാര്യൻ്റെ ഏട്ടത്തി ഉണ്ടല്ലോ, 7 മാസം കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗർഭം, അവരും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വകവെക്കാതെയാണ്. എല്ലാം ഇവര് ബന്ധുക്കളാണ്, അയൽവാസികളാണ്, എപ്പം കാണുന്ന ആൾക്കാർ. എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ നിന്നാണ് ഇവർ ഇത്തരം പേക്കൂത്തുകൾ, ആഭാസങ്ങൾ നടത്തുന്നത്. 18 ദിവസം പ്രായ കുട്ടികൾ ആലോചിച്ചൊക്കെ, മുതിർന്ന ആൾക്കാർ വരെ ഞെട്ടി ഉണർന്നെന്നാ പറഞ്ഞത്. കുറച്ച് അപ്പുറം അയൽവാസികളെല്ലാം ഞെട്ടി ഉണർന്നിട്ടുണ്ട്. ഈ കല്യാണ ദിവസം നടന്ന ആഭാസത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അതായത് ചില കല്യാണങ്ങളൊക്കെ ആഘോഷത്തിന്റെ മറവിൽ നടത്തുന്ന ആഭാസത്രങ്ങൾ ആ രീതിയിലാണ്. പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് കേവലം കുട്ടിക്ക് ഗുരുതരമായ പരിക്കുകളിലേറ്റ് ഹോസ്പിറ്റലിലെത്തിയ ഒരവസ്ഥ. ഗുരുതരമായ പരിക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പടക്കത്തിന്റെ ശബ്ദം താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം ഈ കുട്ടി കേൾക്കുകയും ഈ കുട്ടിക്ക് അവിസ്മാരം പോലെയുള്ള സംഭവം ഉണ്ടാവുകയും ചെയ്ത് ഇന്ന് ഈ ഹോസ്പിറ്റലിലെ ഒരു ICUവിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ആ കുട്ടിയുടെ സ്വന്തം പിതാവാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ പ്രതികരിച്ചത്. ഈ വിവാഹം എന്നത് ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. ആ ദിവസമാണ് ചില കല്യാണങ്ങളൊക്കെ ആഘോഷം എന്ന പേരും പറഞ്ഞിട്ട് പലതരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നത്. ഈ തോന്നിവാസത്തിന്റെ പേരിൽ, വിവാഹ ദിവസം നടത്തിയ തോന്നിവാസത്തിന്റെ പേരിൽ ഇതിനു മുമ്പും വിവാദങ്ങൾ ഉണ്ടായ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അപ്പൊ ആ സമയത്ത് ചില മഹലുകളൊക്കെ ഇത്തരം ആഭാസത്തിൽ നടത്തുന്ന കല്യാണങ്ങൾക്ക് യാതൊരുവിധ നിയമ സാധ്യതകളും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗം പ്രവേശനം ചെയ്തിട്ടായി നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ കണ്ടറിയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊക്കെ ഒരു പാഴ്വാക്കായിട്ട് മാറി എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ വിവാഹ ദിനങ്ങളിൽ, എല്ലാ വിവാഹങ്ങളിലും ആ രീതിയിലാണെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷെ ചില വിവാഹങ്ങളിലൊക്കെ തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. പടക്കം പൊട്ടിക്കുക, റോഡ് ഗതാഗതം തടസ്സം സൃഷ്ടിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുക, കൂട്ടും പൂട്ടും, ഏതെല്ലാം രീതിയിൽ എങ്ങനെല്ലാം ജനങ്ങൾക്ക് ശല്യമാക്കാമോ ആ രീതിയിലുള്ള എല്ലാ ആഭാസത്രങ്ങളും അവിടെ വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊക്കെ നിയന്ത്രിച്ചേ പറ്റൂ. ഏറ്റവും കൂടുതൽ ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുന്നത് നമ്മുടെ മുസ്ലിം സമുദായത്തിലാണ് എന്ന് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ ഇത് സഹിച്ചെന്ന് വരില്ല. കാരണം നമ്മൾ എവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ എല്ലാവിധ പേക്കൂത്തുകൾ നടക്കുന്നത് ഈ മുസ്ലിം സമുദായത്തിൽ തന്നെയാണ്. നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും നമ്മൾ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇത്തരം ആഭാസത്തിനെതിരെ മഹല്ല് ഭാരവാഹികൾ, നാട്ടിലെ സാമുദായിക നേതാക്കളൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നത് അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ സമുദായത്തിന് തന്നെ നാണക്കേടാവുന്ന തരത്തിലായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക.